വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതാ രാവിലെ 5:30 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. ഇന്നൊരു സൺഡേ സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാനും റഫീഖാട്ടോ നടക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ ഇന്നത്തെ കുറേ വിശേഷങ്ങളും റെസിപ്പിയും ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലായിട്ട് കുറേ വിശേഷങ്ങളിലൊരു നല്ലൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടു നോക്കുക. കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ സൺഡേ നടക്കാൻ പോകലില്ല കേട്ടോ. ഞാനും എൻ്റെ കൂടെ നടക്കുന്നവരും നടക്കാൻ പോകലില്ല. അപ്പോൾ സൺഡേ റഫീഖ വിളിച്ചു കൊണ്ടിരുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ നടക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇതാ നമ്മളെ ഫിനിഷിങ് പോയിന്റിലെത്തി. ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകട്ടെ ചെയ്യുക വീട്ടിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് റഫീഖ് എക്സസൈസ് ചെയ്യും, ഞാൻ വീഡിയോ എടുക്കും. അങ്ങനെ ഞാനല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് തിരിക്കുകയാണ് ചെയ്യുക. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നടക്കാൻ പോകാമെന്ന്. കാരണം ഞായറാഴ്ചയാണെങ്കിൽ കൂടിയിട്ട് നടക്കാനൊന്നും വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഒരു മടിയായിരിക്കും കേട്ടോ. കുറച്ച് വൈകിട്ടേക്കും എണീക്കുക. അപ്പോൾ പിന്നെ ഇതാകുമ്പോൾ നല്ലൊരു എനർജറ്റിക്കായിട്ട് സാധാ ഒരു ഡേ അങ്ങ് തുടങ്ങും കേട്ടോ. ഒന്നും വൈകൂല. നമുക്ക് നല്ല ഫ്രഷായിട്ട് നടക്കാൻ വന്നാൽ പിന്നെ അങ്ങനൊരു കാര്യമുണ്ട് കേട്ടോ. നല്ല ഫ്രഷായിട്ട് നല്ല എനർജറ്റിക്കായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ തിരിക്കുക. സാധാരണ റഫീഖാൻ്റെ കൂടെ ആകുമ്പോഴാണ് കുറച്ച് ലോങ് പോവുക, കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് പോവും. നമ്മൾ സാധാരണ ഇവിടെ നിന്ന് തിരിച്ചിട്ട് ഈ അമ്പലത്തിൻ്റെ ആ ഒരു പോയിൻ്റ് ഉണ്ട്, ആ ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് തിരിക്കുകയാണ് ചെയ്യാം. അപ്പോൾ ഇതാ ഈ ഒരു സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ നടക്കാൻ വരുമ്പോൾ ഞാൻ എപ്പോഴും അതിങ്ങനെ നോക്കൂട്ടോ ആ ഭാഗത്തേക്ക്. അവിടെ ഇങ്ങനെ ആ കാടിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ കുറ്റി ചെടി പോലെയാണ് കേട്ടോ അതുള്ളത്. നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ മഞ്ഞും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. വീഡിയോയിൽ എത്രത്തോളം അത് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല മഞ്ഞും അതുപോലെ അത്യാവശ്യം നല്ല തണുപ്പും തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇപ്പം തണുപ്പ് എനിക്ക് അത്യാവശ്യം നല്ല തണുപ്പായിട്ടുണ്ട്. തണുപ്പ് തുടങ്ങി വരികയാണ് കേട്ടോ. ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ടുണ്ട് ചെറുതായിട്ട് തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം മഞ്ഞ് കണ്ടോ, ഈ മഞ്ഞ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഇതാ നമ്മൾ സാധാരണ ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു പോയിൻ്റാണ് കേട്ടോ. അത് നല്ല രസമാണ് ഇവിടെയും കാണാനായിട്ട്. അത് കണ്ടോ, ആ ഒരു വെള്ളം ഇങ്ങനെ ചെറിയൊരു തോട് പോലെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അത് പുഴയിലേക്കാണ് അത് വന്ന് ചേരുന്നത്. അപ്പോൾ അതും അതുപോലെ തന്നെ ഈ മഞ്ഞ് മൂടി ആ മുകളിലേക്കുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങനെ സൂര്യന് ഉദിച്ച് വരുമ്പോൾ കാണണം കേട്ടോ. ശരിക്കും ഇന്നിപ്പോൾ മഞ്ഞൊക്കെ ആയതുകൊണ്ടാണിത് ശരിക്കും കാണാത്തത്. അത് നല്ലൊരു ഭംഗിയാട്ടോ അത് കാണാൻ. ആ ഒരു വെള്ളവും നമ്മൾ പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് വീഡിയോ എടുക്കുക. അതുപോലെ തന്നെ ആ മഞ്ഞിൻ്റെ ആ ഭാഗത്തു നിന്നാണ് സൂര്യന് ഉദിച്ച് വരുന്ന ആ ഒരു ടൈമിൽ നല്ലൊരു ചെറിയൊരു ലൈറ്റ് ഒരു റെഡ് കളറിലേക്ക് മാറിയിട്ട് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ആഘോഷമൊക്കെ കാണാൻ. അപ്പോൾ ഇന്ന് അത്രയും ആയിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ മഞ്ഞുള്ളത് കൊണ്ട്. ഇത് കണ്ടോ. അപ്പോൾ അങ്ങനെ സൺഡേ അധികം ആരും നടക്കാനുണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ കുറച്ച് പേരൊക്കെ നടക്കാനുണ്ട്. നമ്മൾ സ്ഥിരം കുറച്ച് ആളുകളുണ്ടല്ലോ. അപ്പോൾ ഇത് വേറൊരു വൈബാണ് കേട്ടോ. അവിടെ ഈ ഭാഗവും കാണാൻ നല്ല രസമാണ് കേട്ടോ. മഞ്ഞൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ മഞ്ഞൊക്കെ ആയിട്ട് കിളികളെ ശബ്ദമൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ സ്ഥിരം നടക്കുന്ന എന്നും കാണുന്ന ആളുകൾ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ കേട്ടോ. അധികാരം നടക്കലില്ല സൺഡേയിൽ. ഇനിയിപ്പോൾ അതാ നമ്മളിവിടെ ബീഫ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോണ വഴിക്കാൻ കേട്ടോ. ഇതുള്ളത് മുണ്ടേരി പോണ വഴിക്കാനാണത്. ഇതവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടേ. അപ്പോൾ ഇവിടെ നിന്ന് ബീഫ് കട്ട് ചെയ്തിട്ട് അറക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവരെ വീടിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് ഈ ഭാഗത്ത്. അപ്പോൾ എന്നിട്ട് ഇവർ പിന്നെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുക കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ വാങ്ങിപ്പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ റഫീഖ നമുക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു നോക്കാം, ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് പോവാം, നല്ല ഫ്രഷ് നല്ല ബീഫ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിയതാണ് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്.
അപ്പോൾ കുറച്ച് സമയമായി കേട്ടോ, 7 മണിയൊക്കെയായി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക്. സാധാരണ നമ്മൾ 6:15 6:30 ആകുമ്പോഴത്തേക്ക് എത്തും. ഇന്നിപ്പോൾ അങ്ങനെ ബീഫൊക്കെ വാങ്ങാൻ നിന്ന് അങ്ങനെ വന്നപ്പോൾ തന്നെ സമയം അത്യാവശ്യം 7 മണിയൊക്കെ ആയി, ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ പണികളൊക്കെ ഉണ്ട്. സൺഡേ ആണ്. അപ്പോൾ ഇന്ന് റഫീഖ സ്പെഷ്യലായിട്ട് ബീഫ് ഉണ്ടല്ലോ, നല്ല അടിപൊളി ബീഫ് ഉണ്ടല്ലോ. അപ്പോൾ എന്താ ഉണ്ടാക്കുക, എന്താ സ്പെഷ്യൽ ഉണ്ടാക്കുക, എന്തായാലും വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ സപ്പോർട്ടിൽ ഫുള്ള് കൈയാണ്. ഇത് നിങ്ങൾ കണ്ട ഫുൾ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് ഏത് തരം ആണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ റൗണ്ടായിട്ടും അതുപോലെ തന്നെ നീളത്തിലും ഒക്കെ ഇതിലുണ്ടാവലുണ്ട്. എന്തായാലും നല്ലതാണ്. നമ്മൾ വെച്ച് വേഗം തന്നെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് കായെല്ലാം ഉണ്ടാവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്രാവശ്യം നന്നായിട്ടുണ്ട്, പക്ഷേ നമുക്ക് കിട്ടൂല കേട്ടോ. ഒന്നുപോലും കുരങ്ങുള്ളത് കൊണ്ട് നമുക്ക് കിട്ടൂല. വലയിട്ടിട്ടും ഒന്നും കാര്യമില്ല കേട്ടോ. വലയിട്ടിട്ട് അതിൻ്റെ അടിയിലൂടെ കയറുക. അപ്പോൾ നമ്മൾ ഭയങ്കര ടൈറ്റായിട്ട് വല ഇട്ട് കൊടുക്കുന്ന സമയത്ത് മരം നാശമായി പോവുക. അപ്പോൾ മരം നാശാക്കേണ്ട കാര്യമില്ലല്ലോ. കുരങ്ങന്മാരാണെങ്കിലും പക്ഷികളാണെങ്കിലും തിന്നട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എടുക്കലേ ഇല്ല. കാര്യം അവരിങ്ങനെ കടിച്ചു വെക്കൂട്ടോ. അത് കടിച്ചിട്ടും നോക്കിയിട്ടൊക്കെ വെക്കുന്നതാണ്. പഴുപ്പ് കറക്റ്റ് ആകുമ്പോൾ അവർക്ക് അറിയാം കേട്ടോ. നല്ലോണം മൂക്കുന്ന സമയത്ത് അവർ വന്നിട്ട് പറിച്ചിട്ട് കറക്റ്റ് പോയിക്കോളും. അപ്പോൾ ആ കാര്യത്തിൽ ടെൻഷനേ വേണ്ട, അത് അവർ ഏറ്റെടുത്തോളും. ഇനിയിപ്പോൾ പുറത്ത് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഇനിയിപ്പോൾ അകത്തേക്ക് കയറി. അപ്പോൾ വെള്ളം കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ റഫീഖാക്ക് വാക്കുള്ള ചായ ഒന്ന് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ചായയൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ബീഫും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ തലച്ചോറില്ലേ, ബ്രെയിന്, അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റഫീഖ പറഞ്ഞ രാവിലത്തേക്ക് അതിങ്ങനെ റോസ്റ്റ് ആക്കൂലേ, അതുപോലെ ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ കൂടെ വേണം. പിന്നെ ബീഫ് നമുക്ക് ഇത്രയും ആവശ്യമില്ല കേട്ടോ. അതിൽ നിന്ന് കുറച്ച് ഇന്നത്തേക്ക് എടുക്കണം. എന്നിട്ട് ബാക്കി ഞാൻ അങ്ങനെ ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ആകട്ടെ കേട്ടോ. അതിന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് അല്ലാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പറയാം. അപ്പോൾ ഇതാ നമ്മൾ ബ്രെയിൻ റോസ്റ്റ്, തലച്ചോർ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് അധികം ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ ഉള്ളി കുറവായതുകൊണ്ട് ഒരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി നമ്മൾ കല്ലിൽ അമ്മിയിലോ എന്തെങ്കിലും വെച്ച് കുത്തിയിട്ട് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു 10-15 വെളുത്തുള്ളിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് എടുത്താൽ മതി, പേസ്റ്റ് ആവണ്ട. കുറച്ച് കറിവേപ്പിലും ഇത്രയും കൂടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലും വിനീജീരവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ കേട്ടോ. നല്ല ഉള്ളിയിൽ നല്ല വാടി സോഫ്റ്റായിട്ട് വരട്ടെ. നമുക്കൊന്ന് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ടുണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ എടുക്കട്ടെ. 2 കൈപ്പിടി ഫുള്ളായിട്ട് എടുത്തോ. ചെറിയ ഉള്ളിക്കാണ് ഇത് നല്ല ടേസ്റ്റ് കൊടുക്കുക കേട്ടോ. അപ്പം അതിനകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒരു സവാളയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നുമില്ല. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ആദ്യം ഉണ്ടാക്കുമ്പോൾ ഈ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കില്ല കേട്ടോ. പക്ഷെ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഇതാ 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ നമ്മളെ തലച്ചോറ് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചെറുതാക്കണ്ട, ആ ഒരു രീതിയിലൊന്ന് കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് വെള്ളം ഒഴിക്കുക ഒന്നും വേണ്ട കേട്ടോ. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുക്കാവാനുള്ള വെള്ളമൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതാ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ സവാളയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഉപ്പില്ലെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. എന്നിട്ടൊന്ന് മൊത്തം മിക്സാക്കിയിട്ട് നമുക്ക് ഇത് കണ്ടോ. ഇപ്പോൾ 1 മിനിറ്റിന് ശേഷം ഇതാ ഒന്ന് കളർ ചേഞ്ചൊക്കെ ആയി. അത്യാവശ്യം ഇതാ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇനി മൊത്തത്തിലൊന്ന് മിക്സാക്കിയിട്ട് ഇനി അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കുക്കാവുകയും ചെയ്യും. വെള്ളമൊക്കെ വറ്റി ഒന്ന് റെഡി ആയിട്ട് വരാനുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് ടൈം ഉണ്ട് കേട്ടോ. അത് ഒരുപാട് ടൈമൊന്നുമില്ല, എന്നാലും കുറച്ച് സമയം അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ ആ ഒരു ഗ്യാപ്പിൽ മുറ്റൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് ഒരു ഈസി ആയിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്യലുണ്ട്. അപ്പോൾ ഇന്ന് പ്ലാനിങ് ഒന്നും ഇല്ലാത്ത രാവിലെ നടക്കാൻ പോയപ്പോൾ ഞാൻ അങ്ങ് വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. കുറേ പേര് നമ്മളെ റവ ദോശയല്ലേ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കി അത് നന്നായിട്ട് ഇഷ്ടമായിട്ട് എന്നൊക്കെ കുറേ പേര് ട്രൈ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ദോശയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ തലച്ചോറിൽ കുക്കായി വന്നതിന് ശേഷം ഞാൻ അതിലേക്കൊരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് 2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ചോ കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ തലച്ചോറ് ഇവിടെ റെഡി ആയി കിട്ടും. അപ്പോൾ ഇതാ ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ.
ഇത് കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാട്ടോ ഈ രീതിയിൽ. വെച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കുക കേട്ടോ, എന്തായാലും ഇഷ്ടമാവും. നല്ല സിമ്പിളാണ് കേട്ടോ, ഒരുപാട് മസാലയൊന്നും ഇല്ലാതെ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ദോശ നോക്കാം. നിങ്ങൾക്ക് ഉഴുന്നോ ഒന്നും ആവശ്യമില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അപ്പോൾ അതിനേക്കായിട്ട് ഇതാ 1 കപ്പ്, അതായത് 1 ഗ്ലാസ് നിങ്ങൾ കണക്കായിക്കോട്ടോ, 1 ഗ്ലാസ് പത്തിരിപ്പൊടി എടുക്കുക കേട്ടോ. പച്ചരീൻ്റെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അപ്പം പൊടി അങ്ങനത്തെ ഒക്കെ, നൂലപ്പത്തിൻ്റെ പൊടി അങ്ങനത്തെ ഒക്കെ പറ്റും. 1 ഗ്ലാസ് എടുക്കുക കേട്ടോ, ഞാൻ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ തന്നെ 1/2 ഗ്ലാസ് ചോറ് എടുക്കുക. ഇനിയിപ്പോൾ ഇതാ 1/2 ഗ്ലാസ്, 1 ഗ്ലാസ് പത്തിരിപ്പൊടിക്കാണ് ഈ അളവ് ഞാൻ പറയുന്നത്. 1/2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ 1/2 ഗ്ലാസ് തൈരും കൂടെ എടുക്കുക. അധികം പുളിയില്ലാത്ത തൈര് എടുക്കുക കേട്ടോ. പുളിയുള്ളത് എടുത്താൽ പുളിപ്പ് വരും കേട്ടോ ദോശയ്ക്ക്. കുറേ പേര് കമൻറ്റിൽ ചോദിക്കലുണ്ട്, അതാ ഞാൻ പറഞ്ഞേ, പുളിയില്ലാത്തത് എടുത്തോ. ഇനിയിപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം, കുറച്ചുകൂടെ വെള്ളം ആവശ്യമായിട്ട് വരും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈറ്റ് ആകുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 2 പിഞ്ച്, ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. അതിൽ കൂടുതൽ വേണ്ട കേട്ടോ, അതിൽ കുറവായാലും കുഴപ്പമൊന്നുമില്ല. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക കേട്ടോ, അപ്പക്കാരം 2 പിഞ്ചെല്ലാം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ ഉഴുന്ന് ദോശൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, അത്രയും ആക്കിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് എടുത്ത് വെക്കൊന്നും വേണ്ട, നമുക്ക് അപ്പം തന്നെ നമ്മൾ ഉഴുന്ന് ദോശ ചുട്ടെടുക്കുക കേട്ടോ. ഉഴുന്ന് ചേർക്കാതെ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ നമുക്ക് കിട്ടുന്ന ദോശ കേട്ടോ, ഇൻസ്റ്റൻറ്റ് ദോശ. ഇത് ഞാനിപ്പോൾ ഇതുപോലെ നേരിയതാക്കിയിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് ഇനിയിപ്പോൾ കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്ത് നമ്മൾ നെയ്യ് റോസ്റ്റ് പോലെ കേട്ടോ ആക്കി എടുത്തിട്ടുണ്ട്. നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വെറുതെ, ഞാനിപ്പോൾ എല്ലാത്തിനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് നമുക്ക് അപ്പം പോലെ അങ്ങനെയും ചുട്ടെടുക്കാം കേട്ടോ, തട്ടുദോശ പോലെയൊക്കെ ചുട്ടെടുക്കൂലേ, അങ്ങനെയും ചുട്ടെടുക്കാം. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നല്ല മുരിഞ്ഞിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടും കേട്ടോ. ഇത് കണ്ടോ, കുറച്ച് സമയം കൂടെ വെച്ചാൽ ഒന്നുകൂടെ നല്ല മുരിഞ്ഞുള്ള ദോശ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ദോശേൻ്റെ പുളിപ്പോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കേണ്ട ഒരു റെസിപ്പിയും കൂടാണ് കേട്ടോ. ഇതുവരെ ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഇനിയിപ്പോൾ ഒരു തവി ഇങ്ങനെ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാതെ കേട്ടോ, ഇതുപോലെ അപ്പം പോലെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ല ഹോൾസൊക്കെ വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ല ദോശ കിട്ടും, നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ ദോശ ഇങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെറുത്ത കാര്യങ്ങൾ മനസ്സിലായി തോന്നുന്നു. അപ്പോൾ ദോശ ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുക്കട്ടെ. അതായത് 1 കപ്പ് അരിപ്പൊടിക്കുള്ള അളവുകളാണ് ഞാൻ ബാക്കിയെല്ലാം പറഞ്ഞത് കേട്ടോ. 1/2 കപ്പ് ചോറ്, 1/2 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് തൈര്, 1 കപ്പ് വെള്ളം കൊണ്ട് അരച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ റഫീക്ക ഇവിടെ ആരോ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അവർ ഖബർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ റഫീക്ക ഇപ്പോൾ ഞാൻ വിളിച്ച് നോക്കിയപ്പോൾ കുറച്ച് സമയം കഴിയുമെന്ന് പറഞ്ഞു, ഒരു 11 മണിയൊക്കെ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ റഫീക്കക്കുള്ളത് ബാറ്റർ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതുവരെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാനും വാവയും ചായക്കൊന്ന് കുടിക്കട്ടെ. അപ്പോൾ നമ്മളെ ബ്രെയിൻ റോസ്റ്റിലേക്ക് നല്ല കോമ്പിനേഷനാണ് കേട്ടോ ദോശ. അപ്പം, ദോശ, പത്തിരി, ഇതൊക്കെ അതിന് കോമ്പിനേഷനായിട്ട് പോവാം. അപ്പോൾ റഫീഖ ദോശ ഉണ്ടാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് നിന്നപ്പോഴാണ് കേട്ടോ പിന്നെ പെട്ടെന്ന് പോകേണ്ടി വന്നത്, അങ്ങനെ പോയതാണ്. ഇനിയിപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ചു വരട്ടെ കേട്ടോ. ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അടിച്ചു വാരിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അതുപോലെ നമ്മളെ ടേബിള്, ടീപ്പോയി അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നതും കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ തുടച്ചായിരുന്നു, താഴെയൊക്കെ ഫ്ലോറൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അങ്ങനത്തെ പണികളൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ എക്സ്ട്രാ പണിയിൽ എനിക്ക് ചെടിയിൽ കുറച്ച് പണി കൂടെ ഒന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ദിവസം ഞാൻ തലേ ദിവസം ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആക്കി വെക്കും കേട്ടോ. എന്നിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ട് ചെടിയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു തിരക്കില്ലാതെ, അല്ലെങ്കിൽ ഭയങ്കര ഒരു ടയർഡാവാത്ത രീതിയിൽ നമുക്ക് 2 പണിയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും, സാധാ ഡെയിലി നമ്മൾ ചെയ്യുന്ന പണികളൊക്കെ പോലെ തന്നെ. അപ്പോൾ നമ്മൾ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഫുഡും കൂടെ ഒന്ന് വേഗം ആക്കി എടുക്കട്ടെ കേട്ടോ, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പരിപ്പ് കറിയാണ് കേട്ടോ വെക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്
നമ്മളെ 1900s നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന, അതായത് നമ്മളെ വീട്ടിലേക്ക് അളിയന്മാർ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ഫുഡ് അന്ന് ഉണ്ടാക്കുക നെയ്ച്ചോറ്, ബീഫ് വരട്ട്, പരിപ്പ് ഇങ്ങനെ കുറുകിയ കറി, കാബേജ് ഉപ്പേരി, അങ്ങനത്തെ ഉള്ളി സുർക്കല്ലേ, ഉള്ളിയൊക്കെ സുർക്കയിലിട്ട് അതും ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു നാടൻ ലഞ്ചാട്ടം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കാബേജ് ഉപ്പേരിക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബെല്ലടിച്ചു, ആരോ ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ റഫീഖാനൊരു ഫ്രണ്ട് ദീപാവലി സ്വീറ്റ്സ് കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ദീപാവലീൻ്റെ അന്നാണ് കേട്ടോ ഇത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, ഞായറാഴ്ച സൺഡേയിൽ. അപ്പോൾ ഇതിപ്പോൾ കൈ കിട്ടിയപ്പോൾ അപ്പം തന്നെ കഴിക്കണം തോന്നിയിട്ടോ. നമ്മൾ സ്വീറ്റ്സ്, ദീപാവലി സ്വീറ്റ്സ് സാധാരണ വീട്ടിലേക്ക് വാങ്ങലുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്തോ മറന്നു പോയിട്ടുണ്ട്, വാങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ ഇതെല്ലാം നല്ല ക്വാളിറ്റിയുള്ള സ്വീറ്റ്സാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള സംഭവങ്ങളാണ് എല്ലാം ഉള്ളത്. പേട, ജിലേബി, മൈസൂർ പാക്ക്, ഹലുവ എല്ലാം ഉണ്ട് കേട്ടോ. ലഡു അങ്ങനെയല്ല ഉണ്ട്. ലഡു എല്ലാം നല്ല ഇങ്ങനെ നെയ്യായിട്ടുള്ള ലഡു ഇല്ല, ചിലത് ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, ചിലത് ഇങ്ങനെ ഹാർഡായിട്ടുള്ള, ഇങ്ങനെ ഒരു റഫായിട്ടുള്ള ലഡു ഉണ്ടാവുമല്ലോ, അത് കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡു കഴിക്കാൻ വല്ലപ്പോഴും ലഡു ഒക്കെ നമ്മൾ സ്വീറ്റ്സ് കഴിക്കുക. പക്ഷേ കഴിക്കുമ്പോൾ അങ്ങനത്തത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അതുപോലെ നട്ട്സ്, ഡേറ്റ്സ് അങ്ങനത്തെ എല്ലാം ഇട്ടിട്ടൊരു ലഡു പോലെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. എന്തെല്ലാം ഉണ്ട്. ജിലേബി ഉണ്ട്, ജാഗിരി, ജിലേബി അങ്ങനെയൊക്കെ കേട്ടോ നമ്മളവിടെ ഇതിന് പറയുക. ഇപ്പോൾ അതാ വാവക്ക് മൈസൂർ പാക്ക് മതി എന്നുണ്ട്. അപ്പോൾ വാവക്ക് മൈസൂർ പാക്ക് കൊടുത്തു, ഞാനൊരു പേടയും കഴിച്ചു. അതിനുശേഷം നമ്മൾ കാബേജൊക്കെ ഒന്ന് ഉപ്പേരിക്കൊക്കെ ഒന്ന് അരിഞ്ഞ് ക്ലിയറാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ബീഫ് വരട്ടാൻ പോവുകയാണെന്ന്. അപ്പോൾ വരട്ടാനുള്ള നല്ല സ്പെഷ്യൽ ബീഫ് വരട്ടാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വരട്ടിയാൽ അതിലേക്ക് നമ്മൾ മസാല ഒന്ന് ചൂടാക്കി എടുക്കണം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 6 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 3 ടീസ്പൂണാണ് ഇപ്പോൾ ചേർത്തത്, പിന്നെയും ഞാൻ 3 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 കിലോ ബീഫിലേക്കാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം കേട്ടോ. ഒന്ന് കരിഞ്ഞൊന്നും പോകരുത്, ജസ്റ്റ് ഒന്ന് ആവി കയറി കിട്ടിയാൽ മതി കേട്ടോ, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ ബീഫാണ്. അതിലേക്ക് ഒരു സവാള, ഇനി ഒരു ചെറിയ കഷ്ണം, ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, കുറച്ച് ഒരു കൈപ്പിടി, ഒരു ഫുള്ളില്ല അത്രയും, ഒരു 10-25 വെളുത്തുള്ളി അല്ലി അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ മസാല ചൂടാക്കിയത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട്, ഗരം മസാല അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട കേട്ടോ. നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളവും കാര്യങ്ങളും ഒന്നും വേണ്ട കേട്ടോ. ആ ഒരു ബീഫിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം തന്നെ ഉണ്ടാവും, അങ്ങനെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നതിന് ശേഷം സിമ്മിലേക്ക് ആക്കിയിട്ട് ഒരു 15 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കത് റെഡിയായി കിട്ടും. ഇപ്പുറത്ത് ഞാൻ കാബേജ് ഉപ്പേരി ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നോരോന്നും പെട്ടെന്ന് ആക്കിയെടുക്കട്ടെ. അപ്പോൾ നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കണം. അതിലേക്കായിട്ട് ഞാൻ പരിപ്പ് ആദ്യം കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പരിപ്പിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടോ. കുക്കറിൽ വേവിച്ചെടുത്തു. എന്നിട്ട് അത് വെന്തതിന് ശേഷം തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയിൽ 2 വെളുത്തുള്ളി, 1-2 ചുവന്നുള്ളി, ചെറിയ ഉള്ളി, കുറച്ച് ചെറിയ ജീരകം, ഇത്രയും ചേർത്തൊന്ന് അരച്ചെടുത്തു കേട്ടോ. എന്നിട്ട് അതും ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഉപ്പേരി അവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കറി ജസ്റ്റ് ഒന്ന് തിള വരാനായപ്പോൾ ഓഫാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കടുവും കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ കറിയും സെറ്റായിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ കറിയും ഉപ്പേരിയും റെഡിയായി. ബീഫ് അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിസിലെല്ലാം വന്നതിന് ശേഷം ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നെയ്ച്ചോറ് ഞാൻ പണ്ട് നമ്മൾ കുക്കറിലൊന്നും അല്ലല്ലേ ഉണ്ടാക്കുക, പാനിലല്ലേ. അതുപോലെ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്, അത് ഞാൻ പറഞ്ഞുതരാം. അതിലേക്ക് ഓയിലെടുക്കുക. ഓയിലും അതുപോലെ തന്നെ നെയ്യും കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കൊക്കെ 2 വീതം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് സവാളേൻ്റെ പകുതി കുറച്ച് അതും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇത്രയും കളർ ചേഞ്ച് ആവണ്ട കേട്ടോ. സവാളക്ക് ആ വൈറ്റ് കളറിൽ തന്നെ നിൽക്കണം. ഇനിയിപ്പോൾ അളന്ന് വെച്ചിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം, അതാണ് നമ്മൾ കുക്കറിൽ എടുക്കുന്നത്. പക്ഷേ ഇതിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം തന്നെ എടുക്കണം കേട്ടോ. നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ അങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നന്നായി തിളച്ച് വന്നതിന് ശേഷം അരി കഴുകി വെള്ളത്തിലിട്ടൊന്നും വെച്ചതല്ല കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ച് അപ്പം തന്നെ കഴുകി ഊറ്റിയെടുത്ത അരി അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വർക്കൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് മിക്സാക്കി എടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണേ. ഇനിയിപ്പോൾ തിളക്കുന്നവരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. തിളച്ചതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ ഇതാ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ആ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ 1-2 ടീസ്പൂൺ വിനാഗിരി കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അരിക്ക് നല്ല വൈറ്റ് കളർ കിട്ടാനും അതുപോലെ തന്നെ അരിയൊക്കെ നല്ല വിട്ട് കട്ട കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലെമൺ ജ്യൂസ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വിനാഗിരി എടുത്തു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് മിക്സ് ആക്കിയിട്ട് അങ്ങനെ അടച്ചു വെക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഒന്ന് വെള്ളം വറ്റുന്ന ആ ഒരു സമയത്ത് നമുക്ക് സിമ്മിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരുപാടങ്ങ് ഡ്രൈ ആവേണ്ടതാ. ഈ ഒരു രീതിയിൽ ഒരു കുഴഞ്ഞ പരിപാടി കേട്ടോ. അങ്ങനെ ആക്കിയപ്പോൾ ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് ഇതാ ഒന്ന് അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതവിടെ ഇരുന്നോട്ടെ, ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ. അപ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് നല്ല സെറ്റായിട്ട് വരും. അപ്പോഴത്തേക്കും നമ്മളെ ബീഫ് എയറെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ബീഫെല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കൂട്ടാൻ നല്ല ടേസ്റ്റ് ആട്ടോ. നെയ്ച്ചോറിനൊക്കെ ഞാനിപ്പോൾ ബീഫ് വരട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് വരട്ടിയെടുക്കാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളത്തോട് ബീഫ് ഉണ്ടല്ലോ അതങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നല്ല കറക്റ്റാണ് കേട്ടോ. ഉപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇങ്ങനെ നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ പുളി ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ വരട്ടലുണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഇതിൽ നിന്ന് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ഒന്ന് വറ്റി കുറുകി വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ നെയ്ച്ചോറ് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ കറക്റ്റ് വറ്റി നമ്മൾ 10 മിനിറ്റിന് ശേഷമാണ് ഇപ്പോൾ ഓപ്പൺ ആക്കി നോക്കുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ ചോറെല്ലാം വിട്ട് നല്ല അടിപൊളി റൈസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പിൽ നെയ്ച്ചോറ് വെക്കുന്നത് കാണിക്കണേന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇതാ നല്ല കറക്റ്റായിട്ടുള്ള ഗീ റൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കട്ടയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ ബീഫ് എന്തായി നോക്കാം. അപ്പോൾ ബീഫ് ഇതാ ഏകദേശം വറ്റി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫാക്കാം കേട്ടോ. നിങ്ങൾ കടിയിലേക്കോ നെയ്ച്ചോറിലേക്കൊക്കെ ഇങ്ങനെ എടുക്കാം, ഒരു കുഴപ്പമില്ല. അതാണെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ. അപ്പോൾ ഞാനിതാ ഈ ഒരു പരുവത്തിൽ ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുത്തു കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇതിന് ഓഫാക്കുന്ന സമയത്ത് ഒരു ഗ്രേവി പരുവത്തിൽ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് സെറ്റാണ് കേട്ടോ. ഇതെന്തായാലും ട്രൈ ആക്കി നോക്കിക്കോട്ടെ. നല്ല സിമ്പിളായിട്ട് നല്ല അടിപൊളി ബീഫ് വരട്ടാണേ. അപ്പോൾ നമ്മളെ ബീഫ് വരട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല കേട്ടോ. ഇനിയും പപ്പടം ഉണ്ടാക്കണം. അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഉള്ളിസുറുക്ക ഉണ്ടാക്കണമെന്ന്. അപ്പം ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, സവാള വലിയ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നും ചേർക്കരുത് കേട്ടോ. ഇനിയിപ്പം കുറച്ച് വിനാഗിരിയും കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ വേണ്ടുള്ളൂ. ഇങ്ങനെയാണ് പണ്ട് നമ്മൾ ഉണ്ടാക്കി. ഇപ്പോഴല്ലേ നമ്മൾ ക്യാരറ്റ് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് ഇടുന്നത്. അപ്പോൾ അതും സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ കിച്ചൺ കൂടെ ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്ലോറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് മാറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് പുറത്ത് പണിയുണ്ടെന്ന്. അപ്പോൾ അതിലേക്കായിട്ട് പോകട്ടെ. ഇനി ഒന്നുമല്ല, ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് കുറച്ച് ചട്ടികളായിട്ട് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ സിറ്റ് ഔട്ടിലെ ചട്ടിയും അതുപോലെ തന്നെ പുതിയ പ്ലാന്റ് പിടിപ്പിച്ചതും ഒക്കെ ചട്ടി കഴുകിയിട്ട് അത് ഉണങ്ങിയതിന് ശേഷം ഒന്ന് പെയിൻറ്റും കൂടെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വെയിലായപ്പോൾ അപ്പോൾ ഇതാ ഓരോ ചട്ടിക്കായിട്ട് ഞാൻ അടിച്ചെടുക്കുകയാണ്. ഞാൻ മൊത്തമായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു ചട്ടിക്കായിട്ട് ഉള്ളതാണ് കാണിക്കുന്നത്. ഇത് മുന്നേ കഴിഞ്ഞ കൊല്ലം അടിച്ച പെയിൻറ്റിൻ്റെ ബാക്കി കയ്യിലുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് അടിച്ചെടുക്കുന്നത്. 2 കളറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ അതുൽ എന്ന് പറഞ്ഞൊരു മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ ഇല്ലാത്തത് കാരണം ഇന്ന് ഞാൻ ആ മോന് ബർത്ത്ഡേ വിഷ് ചെയ്യാണ്. അപ്പോൾ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ മോനു. ആദി കേട്ടോ, പേര് അതുൽ. ആദി എന്നാണ്, 2ാം ക്ലാസ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ വകയും അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വകയും ഞാനൊരു വലിയ ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. ഒരുപാട് നാൾ ആയുസ്സും ആരോഗ്യത്തോട് കൂടിയിട്ട് ഒരുപാട് നാൾ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ പെയിൻറ്റിങ് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങുന്ന ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല. അതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുളിക്കാനൊക്കെ സമയം വൈകിട്ടാണ്, 12:30 ആയിട്ടുണ്ട് ശരിക്കും. അത് കഴിഞ്ഞ് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് വന്നത് റഫീക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റഫീക്ക് കബറൊക്കെ കുഴിച്ച് വന്നിട്ട് പിന്നെ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ അപ്പം തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ ഇതാ നമ്മളെ എന്താ പറയുക നൊസ്റ്റാൾജിയ ഉണർത്തുന്ന നല്ല നാടൻ ഫുഡ് കേട്ടോ. നാടൻ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയേണ്ടി വരും. നമ്മളെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ അളിയന്മാരൊക്കെ ഏട്ടത്തിൻ്റെ ഭർത്താക്കന്മാരൊക്കെ വരിക,
വിരുന്നുകാരൊക്കെ വരിക എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സമയത്തൊക്കെ നയൻറ്റീൻസിലൊക്കെ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ ഇത്. എൻ്റെ ചെറുപ്പത്തിലുള്ള പെരുന്നാളില്ലേ, പെരുന്നാളിനൊക്കെ ഉണ്ടാക്കുന്ന ഫുഡാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമ്മൾ തേങ്ങാച്ചോറും ഉണ്ടാക്കലുണ്ട്. ഈ ഒരു കോമ്പിനേഷനും വെച്ചിട്ട് തന്നെ തേങ്ങാച്ചോറും ആക്കലുണ്ട്. ഞാനിപ്പോൾ നെയ്ച്ചോറാണ് ആക്കിയതേ ഉള്ളൂ. ഇപ്പം നെയ്ച്ചോറും പരിപ്പ് കറിയും ബീഫ് വരട്ടും ക്യാബേജ് ഉപ്പേരിയും തന്നെയാണ് കേട്ടോ കോമ്പിനേഷൻ. അതുപോലെ തന്നെ പപ്പടവും ഈ ഉള്ളി സുർക്ക എന്ന് പറഞ്ഞ സംഭവം. അപ്പം നമ്മളെ ഏരിയയിലേക്ക് ഇത് കറിക്ക് പരിപ്പിന് പകരം ഇവിടെയാണ് കേട്ടോ പരിപ്പ് മെയിനായിട്ട്. നമ്മളവിടത്തേക്ക് പരിപ്പിന് പകരം ഈ കുമ്പളങ്ങ ഉണ്ടല്ലോ, കുമ്പളങ്ങ ഇങ്ങനെ മോര് ഒഴിച്ചിട്ട് വെക്കും കേട്ടോ. അധികം പുളിയില്ലാതെ അങ്ങനെ വെക്കും. ആ തേങ്ങാച്ചോറിനും നെയ്ച്ചോറിനൊക്കെ അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഞാൻ പിന്നീട് കാണിക്കാം ഒരു ദിവസം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് സൺഡേയിൽ രാത്രിയാണ്. അപ്പോൾ നമ്മൾ റഫീഖാൻ്റെ ഫ്രണ്ട് റോഫ്ക്കയും ജംഷിയും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും നമ്മളെ നെയ്ച്ചോറും അതിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വൈകുന്നേരം വന്നതാണ് കേട്ടോ അവർ. എന്നിട്ട് നമ്മൾ സംസാരിച്ച് ഇരുന്ന് ഞാൻ അപ്പോഴൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ റഫീഖ കുറച്ച് ബ്രോസ്റ്റഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡെല്ലാം ഉണ്ട് കേട്ടോ. ബീഫുണ്ട്, പരിപ്പ് കറി, നെയ്ച്ചോറ് എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബ്രോസ്റ്റഡും കൂടെ വാങ്ങിയിട്ട് എല്ലാവരും കൂടെ രാത്രിയിലത്തെ ഫുഡും കൂടെ ഒന്ന് കഴിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ കണ്ട കുട്ടികൾ നിൽക്കുന്നുണ്ട്. തണുപ്പുണ്ട് കേട്ടോ അത്യാവശ്യം. ഇപ്പോൾ തണുപ്പ് ഇങ്ങനെ സ്റ്റാർട്ടാകുന്നുണ്ട് നമ്മളെ വയനാട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവർ പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കട്ടെ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് അത്രയും പ്രിയപ്പെട്ടതാണ്. നിങ്ങളുടെ കമൻറ്റ് വാല്യുബിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തായാലും എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് റിപ്ലൈ തരാൻ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിലേക്ക് അങ്ങ് എത്തിപ്പെടുന്നില്ല കേട്ടോ. എല്ലാവർക്കും കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫുള്ളായിട്ട് ഒന്നും ഉണ്ടായിട്ടല്ല, ആരോടും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല. എനിക്ക് അതിലേക്ക് പെടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇരിക്കുമ്പോൾ കൊടുക്കുന്നുമുണ്ട്. അപ്പം അതിനൊന്നും ആരും ഇനി കമൻറ്റിന് റിപ്ലൈ തരാണ്ടിരിക്കുക ഒന്നും ചെയ്യരുത് കേട്ടോ. ഞാനെല്ലാം റീഡ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം നിങ്ങൾക്ക് എൻ്റെ റിപ്ലൈ കിട്ടുമ്പോൾ സന്തോഷമാണെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പ്ലീസ് കേട്ടോ. ഞാൻ എന്തായാലും റിപ്ലൈ ഒക്കെ തരുന്നതാണ്. അപ്പോൾ നിങ്ങളെന്തായാലും നിങ്ങളെ കമൻറ്റും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾ എന്തായാലും ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ്. ഞാൻ കാണിക്കുന്ന റെസിപ്പികളൊക്കെ ട്രൈ ആക്കുന്നുണ്ടോ, നിങ്ങൾക്ക് സക്സസ് ആവുന്നുണ്ടോ, അതെല്ലാം ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ. ഓരോ കാര്യം ഡീറ്റെയിൽ ആയിട്ട് അറിയിക്കണം. നമ്മളെല്ലാവർക്കും അത് ഉപകാരപ്പെടും കേട്ടോ. നിങ്ങൾക്ക് ഫ്ലോപ്പ് ആകുന്നുണ്ടോ, നിങ്ങൾക്ക് നന്നായി കിട്ടുന്നുണ്ടോ എന്നൊക്കെ പറയണേ. ഫ്ലോപ്പ് ആവുന്നത് എന്തുകൊണ്ടാണ്, എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്, അതും കൂടെ ഒന്ന് എഴുതി അറിയിച്ചാൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ അങ്ങനത്തേതിനൊക്കെ നമ്മൾ പെട്ടെന്ന് റിപ്ലൈ തരും കേട്ടോ. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.